സഭ തുടങ്ങിയത് തന്നെ വലിയ ബഹളത്തോടെയായിരുന്നു. രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നീ കരുത്തരായ നേതാക്കളുടെ നടുവിൽ നിന്നും ഒരു അഗ്നിപർവ്വതം കണക്കെ ചാടി എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്പീക്കറെ വിറപ്പിച്ചു എന്ന് വേണം പറയാൻ. വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ആക്രോശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉരുണ്ട് കളിക്കുന്ന മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഇതിന് കൂട്ടുനിന്ന ദേവസ്വം പ്രസിഡന്റിനുമെതിരെ നടപടിയെടുക്കാത്ത കാലത്തോളം ഈ സഭ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. സതീശൻ പറഞ്ഞു തീരുന്നതിന് മുൻപേ UDF അംഗങ്ങൾ സിംഹഗർജനത്തോടെ നടുത്തളത്തിലേക്ക് ഇരച്ചുകയറി. മടിയിൽ കനമുണ്ട് എന്നെഴുതിയ പടുകൂറ്റൻ പോസ്റ്ററുകളും പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സ്പീക്കറെ വളഞ്ഞപ്പോൾ സ്പീക്കർക്ക് രക്ഷയേകാൻ വാച്ച് ആൻഡ് വാർഡുമാർക്ക് ഓടിപ്പാഞ്ഞെത്തി മനുഷ്യമതിൽ തീർക്കേണ്ടി വന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം SIT ഈ കേസ് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെന്ന സതീശന്റെ വെളിപ്പെടുത്തൽ സഭയെ ശരിക്കും പ്രകമ്പനം കൊള്ളിച്ചു. ഇടതുപക്ഷ സർക്കാരിന്റെ ഈ അവസാന നിയമസഭാ സമ്മേളനത്തിൽ സകല MLA-മാരും മന്ത്രിമാരും ഒന്ന് വിയർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് പുറത്തുള്ള മറ്റൊരു സത്യം കോടതിയുടെ നിരീക്ഷണങ്ങളാണ്. പത്മകുമാറും വാസുവും ഒക്കെ ജാമ്യത്തിനായി കോടതി വാതിൽക്കൽ മുട്ടുമ്പോൾ കോടതി പറഞ്ഞത് എത്ര പേരുടെ ഉറക്കം കളഞ്ഞിട്ടുണ്ടാകും. പുറത്തുള്ളവര് വെറും തുല്യരല്ല, അതിലും വലിയ കൊമ്പന്മാരാണ് എന്ന് കോടതി തന്നെ പരാമർശിക്കുമ്പോൾ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചാൽ ഉന്നതരുടെ സ്വാധീനത്താൽ തെളിവുകൾ നശിപ്പിക്കപ്പെടും എന്ന വസ്തുത ഇന്ന് സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാക്കുകൾ വെടിയുണ്ടകളായി മാറുന്നത്. എന്നെ ചതിച്ചവരെ ഞാൻ കുടുക്കും എന്ന് പോറ്റി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ വന്ന് ചോറുണ്ട് മടങ്ങിയ കഥ അയൽവാസി വിക്രമൻ നായർ ലോകത്തോട് വിളിച്ചു പറയുന്നത്. അറിയില്ലെന്ന് പറഞ്ഞവർക്ക് ഈ വിരുന്നൂട്ടൽ ബന്ധം എങ്ങനെ നിഷേധിക്കാൻ കഴിയും? ഈ പച്ചയായ സത്യങ്ങൾക്ക് മുന്നിൽ പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന സർക്കാരിനെയാണ് നാം കണ്ടത്. സ്വർണ്ണക്കൊള്ളക്കാരും അവർക്ക് വിരുന്നൊരുക്കിയവരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന്റെ അധ്യായങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ സഭയ്ക്കുള്ളിൽ യുദ്ധം മുറുകുകയല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? ഇനി ആ യുദ്ധ സമാനമായ രംഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ദേവസ്വം മന്ത്രി നിയമസഭാ നടപടികൾ അവസാന സമയത്ത് ഞങ്ങൾ സമീപിക്കുകയുണ്ടായി. ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി ശ്രീ വാസവൻ അദ്ദേഹം രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നുമായിരുന്നു. സാർ, ഇന്ന് ഞങ്ങൾ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേവസ്വം മന്ത്രി കാരണം 2024-25 കാലത്ത് ഗുരുതരമായ ക്രമക്കേടുകൾ ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങയെ അറിയിക്കുന്നു. സാർ, ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. വളരെ ഗുരുതരമായ ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾ സമരത്തിലാണ് എന്ന് അങ്ങയെ അറിയിക്കുന്നു. ഓർഡർ കോളിംഗ് അറ്റൻഷൻ ബഹുമാനപ്പെട്ട പാർലമെന്റ് മിനിസ്റ്റർ. സാർ, പ്രതിപക്ഷത്തിനുള്ള അവകാശമാണ് റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയം കൊണ്ടുവരാനുള്ളത്. ആ അവകാശം ഉപയോഗിക്കാൻ ഭയപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റേതരമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ചരിത്രത്തിൽ അത്യപൂർവമായിട്ട് ഒരു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനുള്ള അവകാശം വിനിയോഗിക്കാതിരുന്നിട്ടുള്ളൂ. അതിനുള്ള ധൈര്യം ഈ പ്രതിപക്ഷത്തിനില്ല. അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നാൽ ചർച്ച ചെയ്യുമെന്ന ഭയമാണ് ആ ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയാണ് വെള്ളിലേക്ക് ഇറക്കിയിട്ടുള്ളത്, പ്ലക്കാർഡുമായിട്ട് നാടകത്തിന് ഇറക്കിയിട്ടുള്ളത്. ഇത് ഈ നാട് മുഴുവൻ കാണും. ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ റൂൾ 50 പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത്? കോളിംഗ് അറ്റൻഷൻ ശ്രീ CK ഹരീന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി. CK ഹരീന്ദ്രൻ, പ്ലീസ്, ഇതൊരു ശരിയല്ല, പ്ലീസ് പ്രതിഷേധിച്ചു. ബാനർ ഒരു പ്രശ്നത്തെ ആസ്പദമാക്കിയുള്ള ഒരു കോളിംഗ് അറ്റൻഷനാണ് സാർ ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് തൊഴിൽ ഉറപ്പില്ലാതെയും തൊഴിലാളികളുടെ അവകാശങ്ങളാകെ കവർന്നെടുത്ത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിൽ ജീവിക്കുന്ന കോടിക്കണക്കിന് ദരിദ്രരുടെ ജീവിതമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തകർത്തെറിഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഗണ്യമായ സ്വാധീനമുണ്ടായിരുന്നു. 2005 ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലാണ് ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും
ഉറപ്പുവരുത്തി അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു നിയമം പാർലമെന്റിൽ പാസാക്കിയത്. സാർ, ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ കുറഞ്ഞതോടെ തൊഴിലുറപ്പ് പദ്ധതി ദുർബലപ്പെടുത്താൻ നീക്കങ്ങളും ശക്തമായി. രണ്ടാം UPA ഭരണകാലത്ത് തന്നെ പദ്ധതിയിൽ കാർഷിക മേഖലയിലെ ആവർത്തന സ്വഭാവമുള്ള കൃഷിപ്പണികൾ പദ്ധതിയിൽ ഏറ്റെടുക്കാൻ പാടില്ലെന്ന വ്യവസ്ഥ നിയമത്തിൽ ഉൾപ്പെടുത്തി. നരേന്ദ്രമോദി ഭരണം തുടക്കം മുതൽ പദ്ധതി ദുർബലപ്പെടുത്താനും കോടിക്കണക്കിന് തൊഴിലാളികളെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാനും നടപടികൾ തുടങ്ങി. ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിൽ യെസ് പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ് സാർ, ഈ ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയും. യെസ് പ്ലീസ് പ്ലീസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ് യെസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ് സാർ, ഈ ചോദ്യം UDF കൺവീനർ അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. ആരാണപ്പ എന്ന ചോദ്യം അടൂർ പ്രകാശിനോടാണ് ചോദിക്കേണ്ടത്. അവിടെ നിന്ന് കിട്ടുന്ന ഉത്തരം മതിയാകാതെ വന്നാൽ ഡൽഹിയിൽ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ട് ചോദിക്കണം. ഈ ചോദ്യം അതാണ് ചോദിക്കേണ്ടത്. സാർ, ഇപ്പോ ഈ നാടകം നടത്തുന്നത് എന്തിനാണ്? ഹൈക്കോടതി നിർദ്ദേശിച്ചു UDF ഭരണകാലം മുതലുള്ള സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടത്താൻ. അപ്പൊ കർത്തവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവ് ഇളക്കി വിട്ടിരിക്കുകയും.